ആക്ഷൻ കുറേ നാൾ കൊണ്ട് ഉണ്ണിമൂന്നൻ ആക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു മലയാളം ആക്ടർ ഇത്രത്തോളം ഒരു സ്വാഗുള്ള ആക്ടർ ഞാൻ കണ്ടിട്ടില്ല. പുള്ളി അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ ഈ സിനിമയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഡയറക്ടർ പറഞ്ഞ പോലെ വയലൻസ് കൊണ്ടൊരു ആറാട്ടാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എനിക്കാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടിപ്പോയി. ചില വയലൻസൊക്കെ കണ്ടിട്ട് താങ്ങാൻ പറ്റുന്നില്ല, ഇത്രത്തോളം താങ്ങാൻ പറ്റുന്നില്ല. ഈ സിനിമ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ സിനിമ ഉൾക്കൊള്ളണമെന്നില്ല. കാരണം ഇതൊരു സ്റ്റൈലിഷ് മൂവിയാണ്, ഒരു ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്, ഇതൊരു സ്റ്റോറി റിലേറ്റഡ് മൂവിയല്ല. അപ്പോൾ ആ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർ ഈ സിനിമ ഉണ്ടാക്കിയ കാര്യമുള്ളൂ. പിന്നെ 18 വയസ്സുള്ള താഴെയുള്ള ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. എത്ര പേരെ കൊല്ലുന്ന അവർക്ക് തന്നെ കണക്കുണ്ടോയെന്ന് അറിയുള്ളൂ. കാരണം കാണുന്നവരൊക്കെ കൊല്ലുവാണ്. എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഉണ്ണിമൂന്നൻ്റെ കരിയറിലൊക്കെ ബെസ്റ്റ് ഫിലിം തന്നെയാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും. എനിക്ക് ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ട്. കാരണം അങ്ങനെ ഒരു സ്വാഗ് ഈ സിനിമയ്ക്കുണ്ട്. സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് വരെ ഫൈറ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫൈറ്റിംഗ് ആണ്. അപ്പം അതാ പറഞ്ഞത്, ഇതിനകത്തൊരു സ്റ്റൈലിഷ് മൂവിയാണ്. അപ്പം ജഗദീഷ് ഏട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷ് പുള്ളി ആക്ച്വലി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞ അത്രയ്ക്കുള്ളൊരു സാധനം പുള്ളിക്കിനകത്ത് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്യാവശ്യം പുള്ളി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിഷ്വലി മൈൻഡ് ബ്ലോയിങ് ആണ് ആക്ച്വലി. വിഷ്വലി കാണുമെന്ന് വെച്ചാൽ വിഷ്വൽ എടുത്തിരിക്കുന്ന നമ്മളൊരു കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് മൂവീസ് കണക്കാണ്. കാരണം ഫുൾ സ്റ്റൈലിഷ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമൂന്നൻ ആക്ച്വലി നല്ലൊരു കൂടെ ഒരു ടോപ്പ് ലെവലിൽ പോകേണ്ട ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളിയെ നമുക്ക് ഒരു നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ ഈ ഫേസ് വാല്യൂ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാ സിനിമാ മുഖങ്ങളുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയാണ് തോന്നുന്നത്. ചെറുതിൽ ചോദ്യങ്ങളുണ്ടോ?